നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെച്ചിരിക്കുന്നു. ഈ ഒരു പ്രൊട്ടസ്റ്റ് നിർത്തലാക്കാൻ ഗവൺമെന്റ് കുറെ കാര്യങ്ങൾ ചെയ്തു. ഇങ്ങനെയാണ് ഒരു ഓപ്പോസിഷൻ പാർട്ടി അല്ലെങ്കിൽ ഓപ്പോസിഷൻ ലീഡർ പെരുമാറേണ്ടത്. അതിൽ കൃഷ്ണകുമാർ പറഞ്ഞതെന്ന് വെച്ചാൽ ജമ്മു കാശ്മീരെ കല്ലേറ് നേരിട്ടതാണ്, ഇതും അത്രേ ഉള്ളൂ എന്നാണ്. ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ദിവസമാണ്. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെച്ചിരിക്കുന്നു. ഒരാൾ രാജിവെക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം വരേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു അനീതി നടന്നു. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി, അതിന്റെ ഭാഗമായിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ നടന്നു. പ്രശ്നങ്ങളും കാര്യങ്ങളും എന്താ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പക്ഷെ അതിനൊരു അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുന്നില്ല ആരും. അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ഒരു 10 years ആയിട്ട് എന്തെങ്കിലും പ്രശ്നം വരും, അത് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ തലയിൽ ഇട്ട് കൊടുക്കും, അതങ്ങനെ പോകും. അതല്ലാതെ ഇവരത് ഏറ്റെടുക്കുന്നില്ല. ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ്, ഇതിൽ ഞാൻ ഉത്തരവാദിയാണ് എന്ന് പറയുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ CJP എന്നുള്ളൊരു പാർട്ടി, കോക്രോച്ച് ജനതാ പാർട്ടി, അവരത് ഇടപെട്ടു. യൂത്തിൽ ഭയങ്കര ഒരു മൂവ്മെന്റ് അവർക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു. അങ്ങനെ അവർ വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ സമരം സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് അവസാനം വരെ എന്തൊക്കെ നടന്നു എന്നുള്ളത് ഒന്ന് ചെറിയൊരു അനാലിസിസ് പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ. ജൂൺ 20 ഏകദേശം ഒരു മാസമാണ് ഈ സമരം സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷേ ജൂലൈ 20 തൊട്ടാണ് കുറച്ചും കൂടെ സ്ട്രോങ് ആയത്. അവർ പാർലമെന്റിലോട്ട് ഒരു പ്രക്ഷോഭം നടത്തുമെന്ന് പറഞ്ഞു. അതിനെതിരായിട്ട് കുറെ പോലീസുകാരും എല്ലാവരും ബാരിക്കേഡ്സ് വെച്ച് ഓൾറെഡി പ്ലാൻ ചെയ്ത് അത് സപ്രസ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഓരോ പ്രാവശ്യവും ഇവരെ തടയും തോറും പുതിയ പുതിയ ആൾക്കാർ, പുതിയ പുതിയ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് യൂത്താണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കത് തടയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു പ്രൊട്ടസ്റ്റ് നിർത്തലാക്കാൻ ഗവൺമെന്റ് കുറെ കാര്യങ്ങൾ ചെയ്തു. മെയിനായിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഏരിയയിലോട്ട് വരാതിരിക്കാൻ വേണ്ടി മെട്രോ സ്റ്റേഷൻ എല്ലാം ക്ലോസ് ചെയ്തു. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് വരാൻ പറ്റില്ല. പിന്നെ ആ ഏരിയ മൊത്തമായിട്ട് ക്ലോസ് ചെയ്തു. അതായത് അവിടെ വന്നിരിക്കുന്ന പിള്ളേർക്ക് പുറത്ത് പോകാനും പറ്റില്ല, പുറത്തുള്ളവർക്ക് അകത്തോട്ട് കയറാനും പറ്റില്ല. അപ്പോൾ അവരുടെ ബേസിക് കാര്യങ്ങളൊന്നും നടക്കാൻ സാധിക്കില്ല. അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ തന്നെ പോകും എന്ന് വിചാരിച്ചു. പിന്നെ ഇന്റർനെറ്റ് ഫുള്ളി ഷട്ട് ഡൗൺ ചെയ്തു കുറച്ച് ദിവസത്തേക്ക്. അവർക്കപ്പോൾ പുറത്തോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ളത് പുറത്തോട്ട് അറിയിക്കാനൊന്നും പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് ഫുഡ് ഒന്നും കിട്ടാത്ത അവസ്ഥ വന്നപ്പോൾ ഇന്ത്യയിൽ ഉള്ള പല ഭാഗത്തു നിന്നും ആൾക്കാർ ജന്തർ മന്ദറിലോട്ട് ഫുഡ് എത്തിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഫുഡ് ഡെലിവറി ആപ്പ്, സ്വിഗ്ഗി, സൊമാറ്റോ അങ്ങനത്തെ ആപ്പ് വഴി. പക്ഷെ അവർ അതും ബാൻ ചെയ്തു. അത് 2 ദിവസം മുമ്പാണ്, 2 ദിവസമല്ല ഇന്നലെയാണ് അത് ബാൻ ചെയ്തത്. പിന്നെ മെയിനായിട്ട് പറയേണ്ട കാര്യം പോലീസുകാരുടെ ബ്രൂട്ടാലിറ്റി. നല്ല രീതിയിൽ പിള്ളേരെ, അതായത് അവിടുത്തെ യൂത്തിനെ ശരിക്കും ഉപദ്രവിച്ചിട്ടുണ്ട്. അതിന്റെ ഫുട്ടേജ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത് പോലീസുകാരും പോലീസ് യൂണിഫോം ധരിക്കാത്ത ആൾക്കാരും പോലീസാന്ന് പറഞ്ഞ് ലാത്തിയായിട്ട് പിടിച്ച് നടക്കുന്നവരും കുറേ ഉണ്ട്. അതിന്റെ പിന്നിൽ കുറെ കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയെല്ലാം ചെയ്തിട്ട് പോലും അവസാനം അവർ തന്നെ വിജയിച്ചു എന്ന് പറഞ്ഞാൽ അവസാനം നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. ഒരാൾ രാജിവെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം ശരിയാകുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അയാൾ രാജിവെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മരിച്ചുപോയ ആൾക്കാരെ തിരിച്ചു കിട്ടുമോ? അതല്ലാന്നുണ്ടെങ്കിൽ ഈ ലീക്കായ പരീക്ഷ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതല്ല, അക്കൗണ്ടബിലിറ്റി എന്നുള്ള സംഭവമുണ്ട്. അത് ഏറ്റെടുത്ത് രാജിവെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇതിനും വലിയ പ്രശ്നങ്ങൾ നടന്നാൽ പോലും അവർക്കൊരു പേടി ഉണ്ടാവും. കാരണം എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കസേര പോകും എന്നുള്ളത്. ഇപ്പം ലാസ്റ്റ് ഒരു 10 years ആയിട്ട് നമ്മൾ കണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പ്രശ്നം വന്നാലും മന്ത്രിമാർ സേഫാണ്. അവരുടെ കൂടെയുള്ള ആൾക്കാർ, അതായത് ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും ചിലപ്പോൾ അവരെ ടെർമിനേറ്റ് ചെയ്യും, അവരെ പറഞ്ഞു വിടും, സസ്പെൻഷൻ ചെയ്യും. പക്ഷെ മന്ത്രിമാർക്ക് ഒരു കുഴപ്പമില്ല. അവര് സുഖമായിട്ടിരിക്കും. അവർക്ക് കിട്ടേണ്ട പ്രിവിലേജും കാര്യങ്ങളും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അവരതിനെപ്പറ്റി ഒന്നും സംസാരിക്കില്ല. ഇരയാകുന്നത് കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കും. ഇതിലും ഒരു 10-14 പേരെ സസ്പെൻഡ് ചെയ്തു, ഡിസ്മിസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കതല്ല വേണ്ടത്. മെയിനായിട്ട് ഹെഡ് ആരാണോ അവർ രാജിവെച്ച് കഴിഞ്ഞാൽ നാളെ പല ഡിപ്പാർട്ട്മെന്റിലെ ഹെഡിലും ആ ഒരു പേടി വരും. അത് എക്സ്പെഷ്യലി മന്ത്രിമാർക്ക് ഒരു പേടി വരും. എൻ്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലെ എൻ്റെ അണ്ടറിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കസേരനെ ബാധിക്കും, അതുകൊണ്ട് ഞാനിത് നന്നായിട്ട് കൊണ്ടുപോകണം എന്ന് എല്ലാവർക്കും സ്വയം തോന്നി തുടങ്ങും. അതാണ് നമ്മളുടെ വിജയം. ഇനി പറയാനുള്ളത് ഓപ്പോസിഷൻ പാർട്ടി ആൻഡ് ഓപ്പോസിഷൻ ലീഡർ. സത്യം പറഞ്ഞാൽ സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം ഇത്രയും വലിയ അനീതി നടന്നിട്ടും ഇവർക്ക് എന്താണ് ഇങ്ങനെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കാൻ കഴിയാഞ്ഞത്, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ കഴിയാഞ്ഞത്? അത് ശരിയാണ്, രാഹുൽ ഗാന്ധി വന്ന് സംസാരിക്കും, ഈ ഒരു സംഭവം നടന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് അത് അവിടെ നിർത്തും. പിന്നെ ഇവരൊന്നും ചെയ്യുന്നില്ല, ഫോളോ അപ്പ് ചെയ്യുന്നില്ല, ഒന്നുമില്ല. ഇങ്ങനെയാണ് ഒരു ഓപ്പോസിഷൻ പാർട്ടി അല്ലെങ്കിൽ ഓപ്പോസിഷൻ ലീഡർ പെരുമാറേണ്ടത്. കുറച്ച് നാൾ മുമ്പ് ഇലക്ഷന്റെ ഒരു കാര്യം പറഞ്ഞു ഇദ്ദേഹം പേപ്പറിലും ഫുള്ളും വന്ന് ഒരു പ്രസ് കോൺഫറൻസ് ഒക്കെ നടത്തി. അതിനുശേഷം എന്താ നടന്നത്? അതിന്റെ ഫോളോ അപ്സ് വല്ലതും ഉണ്ടോ? ഇവർ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്, എന്നിട്ട് പിന്നെ മിണ്ടാതിരിക്കും. അതുകൊണ്ട് പ്രതിപക്ഷം എന്നുള്ളത് ചുമ്മാ ഡമ്മി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഭരിക്കുന്ന പാർട്ടിക്ക് പ്രതിപക്ഷത്തിനോട് ഒരു പേടിയോ ഒന്നുമില്ല. എന്റെ ബലമായ സംശയം പ്രതിപക്ഷത്തിലുള്ള എല്ലാ ലീഡേഴ്സും EDയുടെ കയ്യിലാണെന്നാണ് തോന്നുന്നത്. ഇവർ ബ്ലാക്ക് മെയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. വേറെ ഒന്നും കൊണ്ടല്ല, ഇവരെന്തെങ്കിലും ചെറിയ അഴിമതിയൊക്കെ കാണിച്ചിട്ടുണ്ടാവും. അത് ED തെളിവോടെ പൊക്കിയിട്ടുണ്ടാവും. എന്നിട്ട് പറയും നിങ്ങൾ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതെടുത്ത് പബ്ലിഷ് ചെയ്യും എന്നായിരിക്കും പറയുന്നത്. അതുകൊണ്ടായിരിക്കും ഇവരാരും മിണ്ടാത്തത്. പക്ഷേ നമ്മളെ യൂത്ത്, നമ്മുടെ പിള്ളേര്, അവർക്ക് ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അവരിറങ്ങി അവർ കാര്യം സാധിച്ചു. ഇനി നെക്സ്റ്റ് എനിക്ക് കേരളത്തിലെ സെലിബ്രിറ്റീസിനെ പറ്റി പറയാനുള്ളത്. കുറച്ച് സെലിബ്രിറ്റീസ്
ഇതിനെപ്പറ്റി തുറന്നു പറഞ്ഞു, അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ. ഒരു 99% നമ്മുടെ നാട്ടിലുള്ള സെലിബ്രിറ്റീസോ യൂട്യൂബേഴ്സിനോ പേടിയാണ്. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവരുടെ വീട്ടിൽ ഇടി വരുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതായിരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ മിണ്ടാതിരുന്നാൽ പോരെ. പല ആൾക്കാരും ഇപ്പം മിണ്ടാതിരിക്കുന്നുണ്ട്. മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്നേ ചോദിക്കുള്ളൂ. പക്ഷെ കുറച്ച് ആൾക്കാർ സ്റ്റുഡൻസിന്റെ ഈ സമരത്തിന് എതിരായിട്ട് പറയുന്നവരും BJP സപ്പോർട്ട് ചെയ്യുന്നവരും അതുണ്ടായിരുന്നു. നല്ല കാര്യം, അവർക്ക് അവരുടേതായ ചിന്താഗതിയും നിലപാടുകളായിരിക്കും. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. ഫസ്റ്റ്, ഗോപാലകൃഷ്ണൻ, ഒട്ടകം എന്നാണ് സോഷ്യൽ മീഡിയയിൽ പിള്ളേർ വിളിക്കുന്നത്. പുള്ളി പറഞ്ഞാൽ എന്താ, ഇത് സ്റ്റുഡൻസിന്റെ സമരമൊന്നും അല്ല, ഇത് വേറെ ആരോ ചെയ്യുന്നതാണ്, സ്റ്റുഡൻസ് ഇതൊന്നും ചെയ്യാറില്ല എന്ന രീതിയിൽ സിമ്പിളായിട്ട് പറയുന്ന. പിന്നെ അദ്ദേഹം വേറൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, രഞ്ജിനി ഹരിദാസ് അവിടെ ചെന്നത് പൈസ വാങ്ങിച്ചിട്ടാണെന്ന്. രഞ്ജിനി ഹരിദാസ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, താങ്കളെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, സാധിക്കുമെങ്കിൽ രഞ്ജിനി ഹരിദാസിന്റെ വീട്ടിലോട്ടൊന്ന് പോയിട്ടൊന്ന് സംസാരിച്ച് നോക്കും. പിന്നെ മേജർ രവി, അദ്ദേഹത്തിനെ മേജർ രവി എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് വെറും രവി എന്ന് വിളിക്കുന്നതാണ് നല്ലത്. അദ്ദേഹം ആ ഒരു ഫേസ്ബുക്ക് ലൈവിൽ വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞത്. ഇതിന്റെ ഫണ്ട്, ഈ ഒരു സമരം ഫണ്ട് ചെയ്യുന്നത് അമേരിക്കയിൽ നിന്നാണ്. പിന്നെ പിള്ളേർക്ക് CBSE എന്താണെന്ന് അറിയില്ല, CBSEയുടെ ഫുൾ ഫോം അറിയില്ല, ഇവർ ചുമ്മാ തിന്നാനും കുടിക്കാനും വന്നതാണ്. ഇതിനെപ്പറ്റി ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇദ്ദേഹം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെതിരായിട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു കൊച്ചു തന്നെ ഒരു ലീഗൽ നോട്ടീസൊക്കെ അയച്ചിട്ടുണ്ട്. പിന്നെ പേളി മാണി, പുള്ളിക്കാരി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫ് ഡേഞ്ചറാണ്, അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയിരിക്കും. ഇങ്ങനെയാണോ പറയേണ്ടത്? ഇങ്ങനെയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് പിള്ളേരെ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കൂ. കാരണം അവരുടെ ഭാവിയാണ് പോകുന്നത്, അതുകൊണ്ടാണ് അവർ ഇറങ്ങിയത്. ഇനിയെങ്കിലും ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നഷ്ടമാവുന്നത് അവരുടെ സ്വന്തം ഭാവിയാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ആ പിള്ളേർ ഇറങ്ങിയത്. അടുത്തത് KK ഫാമിലി. ഒന്നും പറയാനില്ല, KK ഫാമിലിനെ പറ്റി അറിയാലോ. കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി. അതിൽ കൃഷ്ണകുമാർ പറഞ്ഞെന്താന്ന് വെച്ചാൽ, ജമ്മു കാശ്മീരെ കല്ലേറ് നേരിട്ടതാണ്, ഇതും അത്രേ ഉള്ളൂ എന്നാണ്. ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പോൾ ജമ്മു കാശ്മീരെ കല്ലേറ് നേരിട്ട പോലെ ഇപ്പോൾ നേരിട്ടിട്ട് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? കൃഷ്ണകുമാറിന്റെ വൈഫ് സിന്ധു കൃഷ്ണയുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുമ്പോഴേ ഫുൾ നരേന്ദ്രമോദിയുടെ ട്വീറ്റും കാര്യങ്ങളും റീഷെയർ ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ്. നരേന്ദ്രമോദി വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ, അതിന് മുമ്പ് വരെ മിണ്ടാതിരിക്കുമായിരുന്നു. അപ്പോൾ ഇവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരൻ്റെ പോസ്റ്റ് ഇട്ടപ്പോൾ അത് നേരിട്ട് ഷെയർ ചെയ്ത് ഇടുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ രണ്ടാമത്തെ മോളാന്ന് തോന്നുന്നു, ദിയ കൃഷ്ണ. പുള്ളിക്കാരി ഒരു പോസ്റ്റ് ഇട്ടതെന്ന് പറഞ്ഞാൽ, ഔറംഗസേബിന്റെ ഒരു ഫോട്ടോ പിള്ളേര് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ട് നടന്നു എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ സത്യാവസ്ഥയൊക്കെ അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഇടുന്നത്? ഔറംഗസേബിന്റെ ഫോട്ടോ അല്ലായിരുന്നു അത്. ഔറംഗസേബിന്റെ ആ ഒരു മേക്ക് ഓവറിൽ മോദിജിയുടെ ഫോട്ടോ ആണ് അവർ കൊണ്ടുനടന്നത്. ഇങ്ങനത്തെ റോങ് പ്രൊപ്പഗാൻഡാസ് ഗോദി മീഡിയാസ് ഇറക്കുന്നത്, അത് നിങ്ങൾ കേരളത്തിൽ ഇറക്കാൻ നോക്കുന്നു. അടുത്തത് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. പുള്ളിക്കാരൻ പറഞ്ഞത്, അടിസ്ഥാനമില്ലാതെയാണ് രാജി ചോദിക്കുന്നത്, ഒരു കാര്യമില്ല. മീൻസ് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കേണ്ട ഒരാവശ്യമില്ല എന്നാണ്. ഇയാൾക്ക് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഈ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ചുമ്മാ വായ തോന്നിയത് വിളിച്ച് പറയുവാണോ? അലറാൻ മാത്രമല്ലാതെ ഒന്നും ചിന്തിക്കുന്നൊന്നുമില്ല നിങ്ങൾ. ഒരു കാര്യം പറയാം, കൃഷ്ണകുമാറിന്റെ മൂത്ത മോള്, പുള്ളിക്കാരി നല്ല ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ, നല്ല രീതിയിൽ പിള്ളേരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇവർക്ക് വരുന്ന റോങ് കമന്റ്സ് ഒക്കെ കണ്ടിട്ട് ഇച്ചിരിയെങ്കിലും കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ടതായിരിക്കാം. എനിക്കിനി ഇവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇനി നിങ്ങൾ ഈ വൈറ്റ് വാഷ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊന്നും പറഞ്ഞു തരണം. കാരണം രാജ്യമൊന്നും വെക്കാൻ പറ്റില്ലെന്ന് 100% കോൺഫിഡൻസ് ആയിരുന്നല്ലോ നിങ്ങൾക്ക്. ഇനി നിങ്ങളുടെ പോസ്റ്റ് എനിക്കൊന്ന് കാണണം, നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നതെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരാൾ രാജിവെച്ചു അല്ലെങ്കിൽ ഒരാൾ രാജിവെക്കണം, അയാളെ കോർണർ ചെയ്യണം, അല്ലെങ്കിൽ പേഴ്സണലി അയാളെ അറ്റാക്ക് ചെയ്യണം, അതല്ല. നമ്മുടെ സിസ്റ്റം ഒരു ഫെയിലിയർ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി, അതിൻ്റെ ഹെഡ് ആരാണോ അയാളെ ഏറ്റെടുത്തിട്ട് അവിടുന്ന് ഒഴിഞ്ഞു മാറണം. അങ്ങനെ ഒഴിഞ്ഞു മാറുമ്പോൾ നാളെ ഇതേപോലെ സിസ്റ്റം ഫെയിലിയർ വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കും, എക്സ്പെഷ്യലി മന്ത്രിമാരെല്ലാവരും. ഞാനിപ്പോൾ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് ഇതിനെപ്പറ്റിയുള്ള വീഡിയോസ് മാത്രമാണ് ചെയ്യുന്നത്. കാരണം വേറൊന്നുമല്ല, ഓരോരോ ന്യൂസും കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ്, പുതിയ സോഷ്യൽ റെലവൻറ്റ് ന്യൂസ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് കൂടുതലും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബിൻ്റെ കാര്യം പരിഗണിക്കണേ, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്.